തീർച്ചയായിട്ടും അതൊരു ആശ്വാസമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കണം. ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന ഒരു രീതിയാകരുത്. കാരണം ഈ വ്യക്തി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞൊരു നിസ്സാരമായൊരു തെറ്റല്ല. കാരണം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് തുടർന്ന് സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ കോടതി നിയമപരമായിട്ട് തന്നെ ഇരകളുടെ ഐഡന്റിറ്റി അവർക്ക് താല്പര്യമില്ലാതെ വെളിപ്പെടുത്താൻ നമുക്ക് ആർക്കും തന്നെ ഒരു അധികാരവും ഇല്ല, അവകാശവും ഇല്ല. എന്നിട്ട് പോലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്തു വിടുകയും ആ കുട്ടിയെ അങ്ങേയറ്റം അപമാനിക്കുകയും, അതായത് അവര് മോശംകാരിയാണ് എന്നുള്ള തരത്തിൽ അവരുടെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടൊക്കെയുള്ള സംസാരങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, എനിക്കും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതായത് എന്നെക്കുറിച്ച് ഞാൻ മോശക്കാരിയാണ്, ഞാൻ വ്യാജ പരാതികൾ നൽകുന്നു, ഞാൻ വ്യാജമായി സംസാരിക്കുന്നു തുടങ്ങിയ രീതിയിൽ എന്നെ അപമാനിക്കുകയുണ്ടായി. ഇതിനു മുമ്പും ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ, അതുപോലെ തന്നെ മറ്റൊരു നടി ഹണി റോസിന്റെ കേസിലും ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം മാത്രമല്ല, ഈ വ്യക്തി എപ്പോഴും അതിജീവിതകളാകുന്ന അല്ലെങ്കിൽ ഇരകളാകുന്ന പെൺകുട്ടികളെ സ്ഥിരമായി അപമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിലയിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അറസ്റ്റ് ചെയ്യുക പോലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെയാണ് ഇതുപോലെ ഈ സൈബർ അതിക്രമം നടത്തുന്നത് ഒരു പ്രൊഫൈലിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു മുഖം പോലും അല്ലെങ്കിൽ ഒരു കൃത്യം ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതെ സ്ത്രീകൾക്ക് നേരെ അസഭ്യം പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇവർക്കൊക്കെ ഇതൊരു പാഠം തന്നെ ആകണം. കൃത്യമായിട്ട് ഈ ഒരു കേവലം അല്ലെങ്കിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് മാത്രമല്ലാതെ വീണ്ടും അവരങ്ങനെ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കർശനമായൊരു താക്കീത് കൂടെയാണ് നൽകേണ്ടത്. തീർച്ചയായിട്ടും കർശനമായ താക്കീതും നൽകണം. ഇപ്പൊ ഇന്ന് പോലും എന്നെ കുറിച്ച് പോലും അപമാനിച്ചുകൊണ്ടുള്ള വീഡിയോസ് ധാരാളം വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പരാതി കൊടുത്തതാണ്. പക്ഷെ എന്റെ പരാതിന്മേൽ നടപടികൾ കാര്യമായിട്ട് ഉണ്ടായില്ല എന്നുള്ളൊരു വിഷമവും കൂടി ഉണ്ട്. അപ്പൊ അതിലും കൂടുതൽ ശക്തമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനെ നടപടികൾ എതിരെ നടപടികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പലരും ഇതിൽ നിന്ന് പിന്തിരിയുകയുള്ളൂ. അപ്പൊ മുഖമില്ലാത്തവരായി വന്ന് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു കൾച്ചർ നമ്മൾ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ സുപ്രീം കോടതി തന്നെ അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയെ കർശനമായിട്ട് ഗവൺമെന്റ് നിയന്ത്രിക്കണം എന്നുള്ളതാണ്. അത് പ്രാബല്യത്തിൽ വരണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആർക്കും എന്തും എഴുതാവുന്ന ഒരു കാര്യമല്ല. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അവിടെ ഉപയോഗിക്കേണ്ട ചില ഭാഷ, ചില മര്യാദകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇത് ഉപയോഗിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ സൈബർ ഗുണ്ടകൾ വിരാജിക്കുകയാണ്. അപ്പൊ കൃത്യമായ നിയന്ത്രണം ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല രീതിയിലുള്ള താക്കീത് നൽകുകയും ഇതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുകയും ചെയ്യേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.